അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. കാരണം നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറമോ ചെയ്ത് തരാമോ എന്ന് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വരുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ നമ്മൾ വീട്ടിൽ എപ്പോഴും സുലഭമായിട്ട് കാണുന്ന സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഇന്ന് 3 തരത്തിലുള്ള സിറം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ 3 സിറത്തിൽ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ളത് 3 അടിപൊളി റിസൾട്ട് ആണ്. കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ ഏറ്റവും നല്ലതാണ് കേട്ടോ. മറ്റേതൊരു ഓയിലിനെക്കാളും നമ്മുടെ സ്കിൻ ടോണിന് അല്ലെങ്കിൽ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. ഭയങ്കര ബെനിഫിറ്റ് ആണ്. അത് ഒരുപാട് പേര് അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ പുറത്തുനിന്ന് കുറച്ച് റിച്ച് ആയിട്ട് ക്യാഷ് ഒക്കെ കൊടുത്ത് വേറെ പലതരം ഓയിൽസ് പല നാട്ടുകാരുടെയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന കോക്കനട്ട് ഓയിൽ നമ്മൾ അത്രയും യൂസ് ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മാജിക് റിസൾട്ട് ആണ്. നമ്മുടെ കണ്ണിനുള്ള ചുറ്റുമുള്ള കറുപ്പൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചെലവും ഇല്ലാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരു ഐ സിറം വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐ ക്രീം വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. പക്ഷെ ഇത് നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 3 തരത്തിലുള്ള ഐ സിറമാണ് ഞാൻ ഇനി ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലൂടെ പോവാം. അപ്പോൾ മെയിൻ ആയിട്ട് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് 3 തരം സിറമാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാൽ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലും ലൈം ജ്യൂസും ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും ലൈം ജ്യൂസ് ഒക്കെ നമുക്ക് കണ്ണിൽ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന്. ഡയറക്റ്റ് ആയിട്ടല്ല ഞാൻ യൂസ് ചെയ്യാൻ പറയുന്നത്, കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുകയാണെങ്കിൽ അതിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിന്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരരുത്. കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യുക, നല്ല പോലെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസം വരെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും, നമുക്കത് ഇടാനും പറ്റും. അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് രാത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്തുകൊണ്ട് ജോലിയൊക്കെ ചെയ്യാം. കിടക്കുന്നതിന് മുന്നേ വാഷ് ചെയ്ത് കളയാം, എങ്ങനെ വേണോ ചെയ്യാം. ഇതൊട്ടും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിന് അലർജി ഇല്ല എന്ന് കൺഫേം ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്താലും മതി. ഭയങ്കര ബെനിഫിറ്റ് ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നേക്കാൾ റിസൾട്ട് കിട്ടും. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ സിറമാണ്. അടുത്ത ഐ സിറം എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 3 ഇൻഗ്രീഡിയന്റ് ആണ്. അതായത് കോക്കനട്ട് ഓയിലും അലോവേര ജെല്ലും അതുപോലെ വൈറ്റമിൻ ഇ ഓയിലും. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക, അതിൽ കറക്റ്റ് 1 സ്പൂൺ തന്നെ അലോവേര ജെല്ല് എടുക്കുക. അതിൽ ഒരു ക്യാപ്സ്യൂൾ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. സ്പൂൺ നമ്മൾ ഓയിൽ ആണെങ്കിൽ ഒരു 1/4 സ്പൂൺ ഓയിൽ എടുത്താൽ മതി. ഇത് ക്യാപ്സ്യൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നമുക്കത് കണ്ണിന് ചുറ്റും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതും ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതും നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയും ഹണിയുമാണ്, തേനുമാണ്. നാടൻ തേനുണ്ടല്ലോ, അത് നാടൻ തേൻ തന്നെ എടുക്കുക. അതായത് 1 സ്പൂൺ എണ്ണ എടുക്കുവാണെങ്കിൽ അതിൽ 1/2 സ്പൂൺ തേന് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തതിന് ശേഷം കണ്ണിന് ചുറ്റും ഇട്ട് കൊടുക്കുക. ഇതൊരു അരമണിക്കൂറിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ഈ വെളിച്ചെണ്ണയിൽ പറഞ്ഞ 3 ഐ പാക്കുകളും ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം ട്രൈ ചെയ്തിട്ട് എൻ്റെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറിയില്ലല്ലോ അങ്ങനെ വിചാരിക്കരുത്. വളരെ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. പതുക്കെ മാറുള്ളൂ. പക്ഷെ പതുക്കെ മാറിയാൽ നമുക്ക് ശരീരത്തിനോ നമ്മുടെ കണ്ണിനോ ഒന്നും യാതൊരു പ്രശ്നവും വരാതെ ഈസി ആയിട്ട് നമുക്കിത് പതിയെ പതിയെ അതിൻ്റെ ഒരു കളർ കുറച്ച് കുറച്ച് നമുക്ക് നോർമൽ നമ്മുടെ ഇവിടെയുള്ള കളർ എങ്ങനെയാണോ ആ കളറിലോട്ട് നമുക്ക് കണ്ണിനെ എത്തിക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആണ്. പക്ഷെ അതിലൊന്ന് മനസ്സ് വെക്കണം എന്നേ ഉള്ളൂ. പെട്ടെന്നുള്ള ഒരു കുറുക്ക് വഴിയായിട്ട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതൊട്ടും നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 3 ഐ സിറവും നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ വിന്നർ ആരാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കമൻറ്റ് പിക്കർ വഴിയാണ് എപ്പോഴും വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ഏകദേശം 584 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരാണോ വിന്നർ ആവുന്നത് അവർ നേരെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഡ് ചെയ്ത് നോക്കാം ആരാ വിന്നർ എന്നുള്ളത്. ഓക്കെ, കണ്ണനാണ് വിന്നർ. കൺഗ്രാജുലേഷൻസ് കണ്ണൻ. ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിൽ നിന്ന് റാൻഡം ആയിട്ടൊരു വിന്നറിനെ ഞാൻ തിരഞ്ഞെടുക്കും.
തിരഞ്ഞെടുത്ത് ഈ വീഡിയോയിൽ എനിക്ക് എന്ത് റവന്യൂ ആണോ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ ഒരു ശതമാനം നിങ്ങളിലോട്ടും ഞാനത് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum.